കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോട് ആരും അറിയാതെ ചെന്നു ചൊല്ലിടിന. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിന. ചിന്താവശനായി മുഹൂർത്തം ഇരുന്നളവ് അന്തർഗൃഹത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സംതൃപ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു. ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം. ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അകാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാൻ അത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റ ശുവീണിടിനാൻ പൂതല്ലേ. പിന്നെ വിരിഞ്ചാസ്ത്രം ചെയ്തു മമാത്മജന്മനവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും ഇടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിന് നിന്നോട് ഉപായവും ചൊല്ലാം. അതിനടോ താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമം എന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം. മാരീജന കണക്കേ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്യരും ഒക്കെ മരിച്ചു. നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖം ഒഴിഞ്ഞ് എന്തൊരു ഫലമുള്ളതും. എന്ത് രാജ്യം കൊണ്ടും പിന്നെ ഒരു ഫലം. എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമന് കൊണ്ടു കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക.             കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു                                                                              കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു
മാനസശുദ്ധിയോടുകൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോട് അർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു. ശീഘ്രമേ കാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു. സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടാത്മാനം ആത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവരജംഗമജാതികളായുള്ള ദേവദീര്യം മനുഷ്യാദി ജന്തുക്കളും ബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരം എന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഈ കണ്ട ലോകവൃക്ഷത്തിന് അനേകഥാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗുണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ. അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കിലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധൻ ആത്മാപരൻ ഏകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നത് ആത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോട് ആശുവേർവെട്ടു. ജീവൻ മുക്തനായി വരും ദേഹിയും നീയും ഏവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്ന് മുക്തനായി അദ്യ പ്രഭൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുക. എന്നാൽ വരും ആനന്ദമേതും വികൽപ്പം ഇല്ല ഓർക്ക നീ. ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മാനസേ ഭാവനേ ഭക്തിപരമശി നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സുബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണിയാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലഷ്ണീ മൃദുതരേ നിസീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതീ തുല്യവീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാങ്കുലിയോര് രത്നാഞ്ചിത കുണ്ടലനൂപുരചാരുഘടകടിസൂത്ര കൗസുഭസാരസമാല്യവനമാലീകാധരം ശ്രീവത്സവക്ഷസംരാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ
പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം എങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകും? ജന്മജന്മാന്തരത്തിങ്കലുമുള്ളവർ കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണം ഏകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമം ഏവം ഭജിച്ചിടൂ നീ സന്തതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീരാമ രാമ 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 ശ്രീരാമ ഹരേ.